നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്? ഞാനിവിടെ തന്നെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. ഹീ ഈസ് റീഡിങ്, ഈസിൻഡ് ഹി, അവൻ വായിക്കുകയാണ് അല്ലേ? നമ്മളൊരു സ്ട്രെസ് കൊടുക്കാനായിട്ട് ചേർക്കുന്ന ഒരു വേർഡ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ഭാഗത്തിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതായത് എ ക്വസ്റ്റ്യൻ ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡ്രോ ഓർ അട്രാക്ട് അറ്റൻഷൻ ടു ഇറ്റ് ഓർ ടു ഗീവ് ആഡഡ് ഫോഴ്സ് ടു ഇറ്റ് ഈസ് കോൾഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ആകർഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനോ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സെൻറ്റൻസിന് അവസാന ഭാഗത്തായിട്ട് കൊടുക്കുന്നതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കണം. കോമ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ വെർബിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ടാഗായിട്ട് കൊടുക്കുന്നു. കോമയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്ററിലാണ്. പിന്നെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ടാഗും കൊടുത്തിരിക്കണം, ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗ് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ടാഗുണ്ട്. ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഈ തന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവൻ വായിക്കുകയാണ്, ഹീ ഈസ് റീഡിങ്. അപ്പോൾ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പം അതിൽ ഇവിടുത്തെ വെർബ് ഏതാണെന്ന് നോക്കുന്നു, ഈസാണ്. സഹായക ക്രിയ ഈസാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് വരാനായിട്ട്, സെൻറ്റൻസ് നെഗറ്റീവ് വരാനായിട്ട് നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായ ഇൻഡ്, ഈസ് നോട്ട് എന്നുള്ളതിന് ഇസിൻഡ്. ഇനി സബ്ജക്റ്റ് കൂടെ ചേർക്കും, ഈസിൻഡ് ഹി. ഇപ്പോൾ പോസിറ്റീവാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവാണ് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ എഴുതാം. ഹി ഈസ് നോട്ട് റീഡിങ്. ഹി ഈസ് നോട്ട് റീഡിങ്. അവൻ വായിക്കുകയല്ല. അപ്പോൾ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വരുന്നത്. അപ്പം ഈസ് ഹീ അത്രമേ ചേർക്കും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗുകൾ നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. ഞാനിപ്പോൾ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടെന്ന് പറഞ്ഞു. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവാണ്, സെൻറ്റൻസിൽ നെഗറ്റീവ് കൺസെപ്റ്റാണ്, അവനല്ല അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റാണ് വരുന്നതെങ്കിൽ നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവാണ് സെൻറ്റൻസ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ സെൻറ്റൻസിൽ നോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ ഇല്ല എന്നല്ല ഉള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ, തീരെ ഇല്ല അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ വാക്കുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിൻ്റെ ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഹീ ഈസ് വെരി ക്ലവർ. ഹീ ഈസ് വെരി ക്ലവർ. ഇപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് നോക്കിയേ, ഹീ ഈസ് വെരി ക്ലവർ. അവൻ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ അത് പോസിറ്റീവാണ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് അർത്ഥം അവിടെ വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗിൽ കോമയ്ക്ക് ശേഷം ഈ ഈസ് എന്നുള്ള ഭാഗം എടുക്കാം. ഹി ഈസ്. ആ ഈസിനോടൊപ്പം നെഗറ്റീവ് ആയിരിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതിന് നോട്ട് എന്നുള്ളതിൻ്റെ ഇൻഡ് എന്ന് ചേർക്കണം. ഈസിൻഡ്. പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക. ഇത് സബ്ജക്റ്റ് ഹി ആണ്. ഇവിടെ സബ്ജക്റ്റ് നമ്മൾ ഇവിടോട്ട് ചേർക്കുന്നു. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഹി ഈസ് വെരി ക്ലവർ, ഈസിൻഡ് ഹി. ഇതിനെ തന്നെ ഒരു നെഗറ്റീവ് കൺസെപ്റ്റിൽ എഴുതി നോക്കാം. ഹി ഈസ് നോട്ട് വെരി ക്ലവർ. ഇപ്പോൾ ഇവിടെ നോട്ട് വന്നതുകൊണ്ട് നമ്മുടെ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഏതിനെ നമ്മൾ സെലക്ട് ചെയ്യുക? ഈസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട്, അവിടെ ഓൾറെഡി ഇവിടെ സെൻറ്റൻസിൽ നോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് പിന്നെ നോട്ട് വേണ്ട. അപ്പോൾ ഈസ് പിന്നെ സബ്ജക്റ്റ് ചേർത്തു ഹി, അതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്.
ഇനി ആ സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് തൊട്ട് മുന്നേ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഈസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? ഒരു ഓക്സിലറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഒരു ഓക്സിലറി വെർബ്, നോ ഓക്സിലറി വെർബ്സ്, സഹായക ക്രിയകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന വാക്കുകളാണ്. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് യൂസ് ചെയ്യും. ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ്. അതിൽ ഡു യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനോടൊപ്പമാണ് ഡു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഡു ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് മിക്കവാറും എല്ലാത്തിൻ്റെയും പ്ലൂറൽ ഫോംസ് ആയിരിക്കും. ഐ, വി, യു, ദെൻ ദേ, അങ്ങനെയുള്ളതായ ഏതെങ്കിലും പ്ലൂറൽ ഫോം ആയിരിക്കും അവിടെ സബ്ജക്റ്റായിട്ട് വരിക. ഇനി ഡസ് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിൽ തന്നെ അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ് തുടങ്ങിയതായ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും ഡസ് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഡിഡ് ആണെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ അതിൻ്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും ഡിഡ് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ഈസ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എഴുതാൻ എളുപ്പമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ഓക്സിലറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹീ സിങ്സ് വെൽ, അവൻ നല്ല പോലെ പാട്ട് പാടും. ഇവിടെ നമുക്ക് ഈസ്, ആറോ ആമോ ഒന്നുമില്ല. ഹീ സിങ്സ് വെൽ. ഹി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. ഹി എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരിക സബ്ജക്റ്റ് ഹി. ഈ ഒരു ആശയം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാം. സബ്ജക്റ്റ് ഹി ആണ്. സിങ്സ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലും വരുന്നതാണ്. അപ്പോൾ ഏത് ഉപയോഗിക്കും? ഇതിലേത് ഓക്സിലറി വെർബ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് യൂസ് ചെയ്യും? ഡസ് യൂസ് ചെയ്യും. അപ്പോൾ അത് കോമ കൊടുത്തതിന് ശേഷം സെൻറ്റൻസ് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെൻറ്റൻസിൽ നോട്ടൊന്നും വന്നിട്ടില്ല, അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ എങ്ങനെ വരണം? നെഗറ്റീവ് ആവണം. ഇനി സിങ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് ആണ്. അപ്പോൾ എങ്ങനെ വരും? ഡസ്. നെഗറ്റീവ് സെൻറ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ഡസിൻഡ്. ഡസ് നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എൻ അപ്പസ്ട്രോഫി ടി, ഡസിൻഡ്. ഇനി സബ്ജക്റ്റിലേക്ക് വരിക, ഹി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. അടുത്ത ഒരെണ്ണം നോക്കാം. അടുത്തൊരു സെൻറ്റൻസ് നോക്കി. അടുത്തൊരു എക്സാമ്പിൾ. യു സിങ് വെൽ, നീ നല്ലപോലെ പാടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ സബ്ജക്റ്റ് യു ആണ്. സിങ്, സിങ് എന്ന് പറയുമ്പം നേരത്തെ സിങ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പം ഇവിടെ സിങ്. സിങ് എന്ന് പറയുമ്പോൾ ഏത് ഫോമായി? ഇവിടെ സിങ്സ് നമ്മൾ സാധാരണ പ്ലൂറൽ സിംഗുലറും പറയുന്നതിന് തൊട്ടുള്ള ഒരു ആക്ഷൻ വേർഡാണ്, ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തിയോടൊപ്പം എസ് ചേർക്കുമ്പോൾ അത് സിംഗുലറായിട്ട് മാറും. ഇനി സിങ് എന്ന് മാത്രം കൊടുത്താൽ അത് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ യു സിങ് വെൽ, അപ്പോൾ ഇതൊരു പ്ലൂറൽ ഫോമാണ്. അപ്പോൾ അത് യു, നീ എന്നുള്ള സബ്ജക്റ്റുമാണ് വന്നിരിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് യൂസ് ചെയ്യുന്നു നമ്മൾ? പ്രസൻറ്റ് ടെൻസിൽ യു എന്നുള്ള സബ്ജക്റ്റൂടെ വന്നാൽ ഏത് യൂസ് ചെയ്യുന്നു? ഡു. ഇനി സെൻറ്റൻസ് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നോട്ട് എന്നുള്ളത് തന്നിട്ടില്ല, അപ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആവാൻ ഇൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡോണ്ട്, സബ്ജക്റ്റിലേക്ക് വരുന്നു യു. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കാം. അപ്പം നമ്മുടെ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും ആയി. ഇപ്പം ഡസ് പറഞ്ഞു, ഡു പറഞ്ഞു. ഇനി ഡിഡിന് എക്സാമ്പിൾ നോക്കാം. ഡിഡിന് അടുത്ത ഒരെണ്ണം. ഹീ സിങ് എന്നുള്ളതിന് പകരം സാങ്. ഹീ സാങ് വെൽ, അവൻ നല്ലതുപോലെ പാടി. സാങ്, സാങ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഹി എന്നുള്ള സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഏതായാലും പാസ്റ്റ് ടെൻസിലാണ് നമ്മുടെ വെർബ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞേ? ഡിഡ്. ഇപ്പോൾ ഡിഡ്
ഇനി സെൻറ്റൻസിലേക്ക് വരണം. സെൻറ്റൻസ് ഏതാണ്? നോട്ട് എന്നൊന്നും തന്നിട്ടില്ല, അപ്പം സെൻറ്റൻസ് പോസിറ്റീവാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് അപ്പം നെഗറ്റീവ് ആയിരിക്കണം. അപ്പം ഡിഡിൻറ്റ്, പിന്നെ സബ്ജക്റ്റ് എഴുതുക ഹി, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. ഇതാണ് ഓക്സിലറി വെർബ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്ന രീതി. ഓക്സിലറി വെർബ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഡു ചേർക്കുന്നു, അത് ഐ വി യു ദേ എന്നുള്ള സബ്ജക്റ്റൂഡ് ആണെങ്കിൽ ഡു ചേർക്കുന്നു. ഇനി സിംഗുലർ ഫോം ആണ് വെർബെങ്കിൽ ഹി ഷീ ഇറ്റ് എന്നുള്ള സബ്ജക്റ്റും ആണെങ്കിൽ ഡസ് ചേർക്കുന്നു. ഏത് സബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ പാസ്റ്റ് ടെൻസിലാണ് വെർബെങ്കിൽ ഡിഡ് ചേർക്കുന്നു. ഓർക്കേണ്ടത് നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കൂടെ ഇൻറ്റ് ചേർത്തിരിക്കണം. നോട്ട് എന്നുള്ള അർത്ഥത്തിൽ നെഗറ്റീവ് ആക്കാൻ ഇൻറ്റ് ചേർത്തിരിക്കണം. ഇനി നെഗറ്റീവ് അർത്ഥം വരുന്ന ചില വാക്കുകളുണ്ട്. അതായത് ലിറ്റിൽ, ഫ്യൂ, പിന്നെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, പിന്നെ റെയർലി, സെൽഡം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളിൽ നെഗറ്റീവ് അർത്ഥം വരുന്നതാണ്. ലിറ്റിൽ കുറച്ച്, ഫ്യൂ കുറച്ച്, ഹാർഡ്ലി പ്രയാസപ്പെട്ട്, സ്കേഴ്സ്ലി വളരെ വളരെ കുറവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ലഭ്യമല്ലാത്തത്, റെയർലി ചുരുക്കമായിട്ടുള്ളത്, സെൽഡം ചുരുക്കം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്നത്. ഇവയെല്ലാം ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ സെൻറ്റൻസിലുണ്ടെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇങ്ങനെയുള്ള വാക്കുകളുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ എ ഫ്യൂ, എ ലിറ്റിൽ ഇങ്ങനെയുള്ള വാക്കുകളുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. ഇനി എ ഫ്യൂ എന്നോ എ ലിറ്റിലെന്നോ തുടങ്ങിയ വാക്കുകളാണെങ്കിൽ ഇച്ചിരി ഉണ്ടെന്നുള്ള അർത്ഥം, അപ്പോൾ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് സെൻറ്റൻസ് എഴുതാം. ഫ്യൂ പീപ്പിൾ ലിസൺ. നമുക്ക് ഓക്സിലറി വെർബ് ഒന്നും ഇല്ല. ഈസ് എന്നോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ചേർക്കാമായിരുന്നു. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പം ഇവിടെ ലിസൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ഷൻ വേർഡ്. അവിടുത്തെ സബ്ജക്റ്റ് നോക്കുക, ഫ്യൂ പീപ്പിൾ കുറച്ച് ആൾക്കാർ. അപ്പോൾ അവിടെ ഫ്യൂ എന്നുള്ളത് വരുമ്പം തന്നെ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു, ഈ സെൻറ്റൻസ് അന്നേരം നെഗറ്റീവ്, തീരെ കുറവ് ആൾക്കാരാണ്. കുറച്ചെന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉണ്ടെന്നർത്ഥം. ഫ്യൂ എന്ന് മാത്രം ഉപയോഗിച്ചാൽ തീരെ ഇല്ലാത്ത അവസ്ഥ. ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോൾ തന്നെ ആ സെൻറ്റൻസ് നെഗറ്റീവായി, ഫ്യൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അന്നേരം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് സഹായക ക്രിയകളൊന്നും പ്രത്യേകിച്ചില്ല. ഈസെന്നോ വാസെന്നോ ഒന്നുമില്ല, ആറെന്നോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ലിസൺ എന്നുള്ളതിലേക്ക് പോവുക. ലിസൺ എന്ന് പറയുമ്പോൾ കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. പീപ്പിൾ എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ ഫോമായി. അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡു എന്നുള്ളതാണ്. ഇനി അവർ, പീപ്പിളിനെ നമ്മൾ വീണ്ടും സബ്ജക്റ്റിനെ പിടിച്ച് പീപ്പിൾ എന്ന് എഴുതത്തില്ല. പിന്നെ നമ്മൾ സംബോധന ചെയ്യുന്ന അവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് ദേ എന്നായിട്ട് മാറും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്താൽ അവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയി. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ്. എ ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ്. എ ലിറ്റിൽ വന്നാൽ ആ സെൻറ്റൻസ് പോസിറ്റീവായിട്ട് കരുതുക എന്ന് നമ്മൾ പറഞ്ഞു. സെൻറ്റൻസ് പോസിറ്റീവായിട്ട് കരുതുന്നു. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഏതായിരിക്കണം? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അപ്പോൾ അത് ഇൻറ്റു വന്നിരിക്കണം. ഇവിടെ നമുക്കൊരു ഓക്സിലറി വെർബ് ഓൾറെഡി ഉണ്ട്, ഹാഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാഡ് അതുപോലെ എഴുതുക, റിപ്പീറ്റ് ചെയ്യുക. നെഗറ്റീവ് വരാനായിട്ട് ഇൻറ്റ് എന്ന് കൊടുക്കുക, ഹാഡ് ഇൻറ്റ്. ഇനി
എ ലിറ്റിൽ പ്രോഗ്രസ്. ഹാഡിൻ്റെ ഇപ്പോൾ അവിടെ വേറെ സബ്ജക്റ്റ് എന്ന് പറയാൻ നമുക്ക് ഹീന്നോ ദേന്നോ അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു പ്രോഗ്രസ്. ഇപ്പം ഇറ്റ് എന്നുള്ള അത് എന്നുള്ള അർത്ഥത്തിൽ ഇറ്റ് എന്നുള്ളതായ സബ്ജക്റ്റും കൊടുക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. അപ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വേണോ പോസിറ്റീവ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇനി നമുക്കൊരു ചെറിയ റിക്വസ്റ്റാണ് തരുന്നതെന്ന് വെച്ചോളൂ. എന്തെങ്കിലും ഒരു സഹായം, എന്തെങ്കിലും ഒരു റിക്വസ്റ്റാണ് നമുക്ക് തരുന്നതെങ്കിൽ റിക്വസ്റ്റാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ യു എന്നുള്ളതാണ്. വിൽ യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് നമ്മളവിടെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നോക്കുന്നില്ല, അത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു റിക്വസ്റ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ സെൻറ്റൻസിൻ്റെ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ഒന്നും നോക്കണ്ട, ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? വിൽ യു എന്ന് ചേർത്താൽ മതി. പ്ലീസ് ഹെൽപ്പ് മീ, വിൽ യു. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ ഒരു സജഷനോ നമ്മൾ കൊടുത്താലും നമുക്ക് എന്ത് കൊടുക്കാം? വിൽ യു തന്നെ കൊടുക്കാം. അടുത്ത പ്ലീസ് കം, ഒരു ഇൻവിറ്റേഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും നോക്കണ്ട, വിൽ യു എന്ന് തന്നെ കൊടുക്കാം. ഇനി നമുക്കൊരു എന്തുവാ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശം പോലെ കൊടുക്കും, ഒരു സജഷൻ പോലെ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വോണ്ട് യു എന്നുള്ളത് എടുക്കും. ഒരു സജഷൻസ് പോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ വോണ്ട് യു എന്നുള്ളത് എടുക്കാം. ഫോർ എക്സാമ്പിൾ എഴുതിയാൽ ട്രൈ ടു വർക്ക് ഹാർഡ്. സാധാരണ ടീച്ചേഴ്സ് പറയുമല്ലോ, നീ നല്ലപോലെ വർക്ക് ചെയ്യുക. അതൊരു സജഷനാണ്, നീ നല്ലപോലെ വർക്ക് ചെയ്യാൻ ശ്രമിക്കൂ, ഒരു സജഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുക്കും? അവിടെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ ഒന്ന് എടുക്കേണ്ടതാണ്, അർജൻസിയിൽ വേണ്ടിയാണ്, അപ്പോൾ വോണ്ട് യു എന്നുള്ളത് കൊടുക്കും. അതുപോലെ ഹാവ് അനദർ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി, അവിടെ വരുമ്പോഴോ വിൽ യു, അതൊരു സജഷൻ. നീ വേറൊരു കപ്പ് കോഫിയും കൂടെ കഴിക്കുക, അതൊരു സജഷൻ. ഇനി അതുപോലെ നമ്മളൊരു ഓർമ്മപ്പെടുത്തൽ എന്തെങ്കിലും കൊടുക്കുന്നു നോക്കുക. റിമെമ്പർ ടു ലോക്ക് ദ ഡോർ, അതൊരു നിർദ്ദേശമായിട്ട് നമ്മൾ പറയാണ്. റിമെമ്പർ ടു ലോക്ക് ദ ഡോർ, അപ്പോൾ നീ മറക്കാതെ ഡോറ് ക്ലോസ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ വരുമ്പോഴേ എന്താണ് കൊടുക്കേണ്ടത്? വോണ്ട് യു എന്നുള്ളത് കൊടുക്കണം. വോണ്ട് യു അത് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒന്നായതുകൊണ്ട് ശാസനയ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, അത് പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് വോണ്ട് യു എന്ന് കൊടുക്കുന്നു. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസിൽ ഇപ്പോഴും അടുത്ത ഒരെണ്ണം വരുവാണ് ലെറ്റസ്, ഈ രീതിയിലും തുടങ്ങുന്നു നോക്കാം. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, അതൊരു സജഷനാണ് അല്ലേ? ഗോ ഫോർ എ വാക്ക്, നമുക്കൊന്ന് നടക്കാൻ പോകാം. അപ്പോൾ ഈ ലെറ്റസ് എന്നുള്ളത് ഒരു ഭാഗം ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും നോക്കണ്ട, ഷാൽ വി എന്നാക്കി മാറ്റണം. ഷാൽ വി, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ലെറ്റസ് ഹാവ് എ ഡ്രിങ്ക്, അങ്ങനെയൊക്കെ വന്നാൽ എന്ത് കൊടുക്കണം? ലെറ്റസിൽ സ്റ്റാർട്ട് ചെയ്താൽ ഷാൽ വി എന്നുള്ളത് മാറ്റുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആം നോട്ട്, അങ്ങനെ വന്നാൽ അത് ക്വസ്റ്റ്യൻ ടാഗിൽ ആറിൻ്റെ ആയിട്ട് മാറും. ആം നോട്ട് എന്ന് വന്നാൽ ആറിൻ്റെ ആയിട്ട് മാറും. അതിനൊരു എക്സാമ്പിൾ എഴുതിയാൽ ഐ ആം ഇൽ, എനിക്ക് സുഖമില്ല, ഐ ആം ഇൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആം വന്നിട്ടുണ്ട്. ആം വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ പോസിറ്റീവ്, ഇവിടെ സെൻറ്റൻസ് എന്തായാലും നോക്കണം, ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ആം വന്നിട്ടുണ്ടെങ്കിൽ അത് ആറാക്കുക, എന്നിട്ട് ഇൻറ്റ് സബ്ജക്റ്റ് ആയി, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ടും ക്വസ്റ്റ്യൻ ടാഗുകളുടെ ഓർത്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയിലേക്ക് വന്നാൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തന്നെ നോക്കാം. യു ഡാഷ് സാന്ദ്ര, ക്വസ്റ്റ്യൻ ടാഗ് അവിടെ തന്നിട്ടുണ്ട്. ആറിൻറ്റ് യു, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ നെഗറ്റീവാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്
നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പം അത് പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇൻഡ് എന്നുള്ള ഭാഗം വേണ്ട. പിന്നെ ഏത് മാത്രം മതിയാവും? ആർ എന്നുള്ള മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടോട്ട് നമ്മൾ റീറൈറ്റ് ചെയ്താൽ ആർ എന്നുള്ളത് മാത്രം നമുക്ക് എഴുതിയാൽ മതിയാവും. അപ്പോൾ യു ആർ സാന്ദ്ര, ആറിഞ്ച് യു. ഇനി വേണു ആൻഡ് രേഷ്മ ഡാഷ് യുവർ പാരൻസ്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് വിസിറ്റഡ് എന്ന് കൊടുക്കാം. വിസിറ്റഡ് അഡീഷണൽ വേർഡും ചേർത്താണ്. വേണു ആൻഡ് രേഷ്മ വിസിറ്റഡ് യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസിനെ അവർ സന്ദർശിച്ചു. അപ്പോൾ വിസിറ്റഡ് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു പ്രത്യേകിച്ച് ഓക്സിലറി വെർബൊന്നും ഇല്ല ഇവിടെ. പാസ്റ്റ് ടെൻസിലുമാണെങ്കിൽ ഏത് ചേർക്കുന്നു? ഡിഡ് ചേർക്കുന്നു. സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. ഡിഡിൻറ്റ്. വേണു ആൻഡ് രേഷ്മയാണ്. പവർ എന്നുള്ള അർത്ഥത്തിൽ സബ്ജക്റ്റ് ഇവിടോട്ട് നേരം ദേ എന്നും കൊടുക്കണം. ഇപ്പം ഡിഡിൻറ്റ് ദേ. അടുത്ത നോക്കി, യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. അവിടെ വർക്ക്സ് എന്നുള്ള എടുക്കുക. വർക്ക്സ് സിംഗുലർ ഫോമിലാണ്. വർക്ക്സ് എസ് വന്നെങ്കിൽ പോലും അവിടെ അത് സിംഗുലർ ഫോമിലാണ്. സാധാരണ എല്ലാ എസ്സിലും പ്ലൂറൽ അല്ലല്ലോ. യുവർ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. സെൻറ്റൻസ് പോസിറ്റീവാണ്. ബട്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. വർക്ക്സ് എന്നുള്ള എടുക്കുക. സിംഗുലർ ഫോമിലായതുകൊണ്ട് നമ്മൾ ഇവിടോട്ട് ഡസ് എന്ന് കൊടുക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരാനായിട്ട് ഡസിൻറ്റ്. ഇനി യുവർ എന്നുള്ള യുവർ ഫാദർ നിൻ്റെ എന്നുള്ള അർത്ഥം വരണം. അപ്പോൾ ഇവിടോട്ട് സബ്ജക്റ്റ് എന്ത് കൊടുക്കും? നിൻ്റെ. ഡസിൻറ്റ് ഹി നിൻ്റെ ഫാദർ അദ്ദേഹം അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. ഡസിൻറ്റ് ഹി. ഈ രീതിയിൽ നമുക്ക് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത കൂടെ നോക്കാം. യുവർ മദർ ഈസ് എ ഹൗസ് വൈഫ്. അവിടെ നമുക്ക് എളുപ്പമാണ്. ഓൾറെഡി ഒരു ഈസ് അവിടെ കിടപ്പുണ്ട്. നമ്മളിവിടോട്ട് എഴുതുമ്പോൾ ഇസിൻറ്റ് ഷീ. ബാക്കിയുള്ള നമ്മുടെ യുക്തം അനുസരിച്ചുള്ള രീതിയിൽ സെൻറ്റൻസുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ഏതിട്ടാലും ഒരു കോമ കൊടുത്തിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗ് ഇടാനായിട്ട്. ഇവിടെയെല്ലാം സെൻറ്റൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ യുക്തം അനുസരിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ടാഗ് കൂടെ കൊടുക്കുക. ഇനി ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ നമുക്ക് എഴുതാനായിട്ട് ചോദിക്കും. ഒരു പ്രൊഫൈൽ എഴുതാനായിട്ട് വരുമ്പം ആദ്യം കുറച്ച് ക്ലൂ ആയിരിക്കും തരുന്നത്. ആ ക്ലൂ നോക്കിയിട്ട് അതിനെ ഒരു പാരഗ്രാഫിൽ എഴുതാനായിരിക്കും പറയുക. ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരുടെ ക്ലൂ ആണ്, ഏത് ഓഥറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുള്ളത് ക്ലൂ ആണോ തന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതണം. ഞാനൊരു എക്സാമ്പിൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതുന്നതിൻ്റെ ഒരു ക്ലൂ തന്നിരിക്കുന്നത് കാണിക്കാം. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ്. അപ്പോൾ അദ്ദേഹം ജനിച്ച തന്നിട്ടുണ്ട്. വാസ് ബോൺ ഓൺ 7 May 1861. പ്ലേസ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ഫേമസസ് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി എന്താണ്, നോട്ടബിൾ വർക്ക്സ് എന്തൊക്കെയാണ്, നോട്ടബിൾ അവാർഡ്സ് എന്തൊക്കെയാണ്, ഡൈഡ് എന്തൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂ വെച്ചിട്ടാണ് നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചുള്ള പ്രൊഫൈൽ എഴുതുക. അപ്പോൾ ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം വരേണ്ടത് ഈ ഓഥർ ഏതാണോ ആ ഓഥറിൻ്റെ പേര് ഹെഡിങ് ആയിട്ടങ്ങ് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയെല്ലാം ആരുടെയൊക്കെ വന്നാലും നമുക്ക് എഴുതാനായിട്ട് ഈ അടുത്ത ഒരു പേജിൽ ഞാൻ വരുന്ന ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർത്തിരുന്ന ഈ സെൻറ്റൻസിൻ്റെ ആ ഒരു ഫോർമാറ്റ് ഒന്ന് ഓർത്തിരുന്നാലും ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ തരുന്ന സെൻറ്റൻസുകൾ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് നമ്മൾ പ്രൊഫൈൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ അവിടെ പ്രൊഫൈൽ എഴുതാനായിട്ട് പോകുന്ന രവീന്ദ്രനാഥ് ടാഗോർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഈ ഫോർമാറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ പേര് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. ആ ഹെഡിങ് അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് കുറയുവാണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന ഹെഡിങ് ആയിട്ടങ്ങ് കൊടുക്കുക. അതിനുശേഷം സെൻറ്റൻസ് പാരഗ്രാഫിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഈ ഫോർമാറ്റ് നോക്കി നെയിം ഓഫ് പേഴ്സൺ നമ്മൾ കൊടുത്തു. ഇനി ഡാഷ് വാസ് ബോൺ ഓൺ, അത് അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ നമ്മൾ വീണ്ടും കൊടുക്കുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബോൺ ഡേറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത സെൻറ്റൻസ് പാരഗ്രാഫിലായിട്ട് എഴുതുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ, ആ ഡേറ്റും തന്നിട്ടുണ്ട് അവിടെ തൊട്ട് ക്ലൂവിൽ തന്നിട്ടുണ്ട്.
7th May 1861. അവിടെ പാരഗ്രാഫിൽ എഴുതുമ്പം രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത പാരഗ്രാഫിലായിട്ട് നമ്മൾ എഴുതുകയാണ്. ഈ ക്ലൂ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആരുടെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എല്ലാ പ്രാവശ്യവും പ്രൊഫൈൽ എഴുതാൻ ചോദിക്കുന്നതാണ്. 9ലും 10ലും എല്ലാം ചോദിക്കുന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോർ was born on അദ്ദേഹത്തിൻ്റെ ഡേറ്റ് 7th May 1861. 7th May 1861. അവിടെ നമ്മൾ ഡേറ്റ് എഴുതി. ഇനി എവിടെയാണ്? അപ്പോൾ ഡേറ്റ്, ഡേ എല്ലാം അവിടെ ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം. പിന്നെ പ്ലേസ് കൊടുത്താലും മതി. ഇൻ എവിടെയാണ്? കൽക്കട്ട. അപ്പോൾ പ്ലേസും ആയി. ഇനി ഹി കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം, ആ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടെങ്കിൽ എഴുതുക. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നേരം നമുക്ക് ആ പാരഗ്രാഫ്, ആ സെൻറ്റൻസിൻ്റെ അവിടെ ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് എഴുതാം. പേരൻസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അവിടെ പേരൻസിൻ്റെ കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ അവിടെ പേരൻസിൻ്റെ കാര്യം എഴുതണ്ട. വൈഫിൻ്റെ കാര്യവും പറയുന്നില്ല. പിന്നുള്ളത് ഹിസ് മേജർ വർക്ക്സ്, അതവിടെ പറയുന്നത്. ഹിസ് മേജർ വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിരുന്നു ഇവിടെ തന്നിട്ടുണ്ട്. നോട്ട് ഓഫ് വർക്ക്സ്. ഹിസ് മേജർ വർക്ക്സ് ആർ ഗീതാഞ്ജലി, ദി ഗോൾഡൻ ബോൾ, ദെൻ ചിതഗാഡ, ദ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആയിരുന്നു. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതും ഹിസ് മേജർ വർക്ക്സ് ആർ, എന്നിട്ടാണ് തന്നിരിക്കുന്ന അത്രയും. ഇനി ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക്, അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? നോട്ട് ഓൾ അവാർഡ്സ്. ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ഹി ഗോട്ട് ദ അവാർഡ് നോബൽ പ്രൈസ്, അല്ലെങ്കിൽ ഹി ഗോട്ട് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർക്കാം ഹി വാസ് ഫേമസ് ആസ് എ റൈറ്റർ, സോങ് കമ്പോസർ, പ്ലേ റൈറ്റ്, എസേയിസ്റ്റ്, പെയിൻറ്റർ, എക്സെട്ര. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ തന്നിട്ടുള്ളതാണ്. ഹീസ് ആൻ ഇന്ത്യൻ പോയറ്റ്, അതും നമുക്ക് ചേർക്കാം. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് മരിച്ച ഡേറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഹി ഡൈഡ് ഓൺ, ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിനെ സംബന്ധിച്ച് ഹി ഡൈഡ് ഓൺ 7th August 1941. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളൊരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതുമ്പോൾ അത് ഒരു പ്രൊഫൈലായി. ഇപ്പോൾ പാരഗ്രാഫിന് ഹെഡിങ് എന്ന് പറയുന്ന ഓതർ, ഏത് ഓതറിൻ്റെ പേരാണോ ആ പേര് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കണം.